ഹലോ ഗൈസ്, എങ്ങനെ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു ഷോർട്ട് ഇൻട്രഡക്ഷൻ പോലെ എന്താണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് നോക്കാം. 2023 ലാസ്റ്റ് വരെ ഗൂഗിൾ മൈ ബിസിനസ് എന്നത് ഇപ്പോൾ അതിനകത്ത് റീനെയിം ചെയ്ത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിനാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു അപ്ഡേഷനും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് ഇൻട്രഡക്ഷൻ, എന്താണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, ആർക്കൊക്കെ അത് ക്രിയേറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ലെൻസ് കാർട്ട് ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്ത് ഈ സെർച്ച് ചെയ്യുമ്പം ഈ വരുന്നതിനെയാണ് ഗൂഗിൾ സ്റ്റോർ എന്നും ലോക്കൽ സ്റ്റോർ എന്നും ലോക്കൽ പാക്ക് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു റിസൾട്ടിനെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് ലെൻസ് കാർട്ട് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഒരു ഹോസ്റ്റൽ ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്ത് ഓക്കെ, അപ്പോൾ ഈ വരുന്ന റിസൾട്ടിനെയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ലോക്കൽ സ്റ്റോർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു റിസൾട്ടിനാണ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇത് ക്രിയേറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല. ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നവർക്കും സുഖമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോറാണ് ഗൂഗിളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ലോഗിൻ എന്ന ക്രിയേറ്റർ എന്ന എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അത് അല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ ഈ ഒരു 6 ഡോട്ട് കണ്ട ഇതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ മാനേജറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. വൺസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ബിസിനസ് നെയിമാണ്. ബിസിനസ് നെയിം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ബിസിനസ് നെയിമിൽ ഒരു കീവേഡ് എങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇലക്ട്രിക് ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ JB ഇലക്ട്രിക്സ്, അങ്ങനെ ഒരു ഇലക്ട്രിക് ഷോപ്പാണെങ്കിൽ ആ പേര് ആ ഒരു ഇലക്ട്രിക് എന്നൊരു പേര് നിങ്ങൾ ബിസിനസ് നെയിമിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റോർ തുടങ്ങിയാണ്. ഓക്കെ, ഞാൻ തുടങ്ങുന്നത് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റോറാണ്. ഓക്കെ, ജസ്റ്റ് എൻ്റെ ബിസിനസ് കാറ്റഗറി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് എങ്ങനെ ബിസിനസ് കാറ്റഗറി കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോവുകയാണ്. ഓക്കെ, ഗൂഗിൾ മാപ്പിൽ ചെല്ലുന്നു, ഗൂഗിൾ മാപ്പ് എടുക്കുന്നു. ഓക്കെ, ഗൂഗിൾ മാപ്പ് എടുക്കുന്നു. ഇതിൽ ഞാൻ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റ് എൻ്റെ കോമ്പറ്റീറ്റർ ആരെന്ന് അനലൈസ് ചെയ്യാം. ഫ്രീലാൻസ് മാർക്കറ്റ് ഇൻ ട്രിവാൻഡ്രം. ഞാൻ സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടോപ്പിൽ വരുന്ന 5 പേരെ ഞാൻ എൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് ഞാൻ ചൂസ് ചെയ്യും. ഞാൻ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന സെയിം മെത്തേഡാണ്. ടോപ്പിൽ വരുന്ന 5 കോമ്പറ്റീറ്റേഴ്സിനെ എടുക്കും. 1, 2, 3, 4, 5. ഓക്കെ, എന്നിട്ട് അവർ പ്രൈമറി കാറ്റഗറി ആണെന്ന് ഞാൻ നോക്കും. ഓക്കെ, ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസാണ് ഒരു ഫസ്റ്റ് പ്രൈമറി കാറ്റഗറി. അപ്പോൾ ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസിന് ഞാൻ 1 മാർക്ക് കൊടുത്തു. സെക്കൻഡ് ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസാണ് പ്രൈമറി കാറ്റഗറി. എങ്ങനെ ഈ ഒരു ക്രോം എക്സ്റ്റൻഷൻ നമുക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആള് അഡ്വർടൈസിങ് ഏജൻസിയാണ്. അപ്പോൾ അഡ്വർടൈസിങ് ഏജൻസിക്ക് 1, ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസിന് 2. ഓക്കെ, മൂന്നാമത് വെബ്സൈറ്റ് ഡിസൈനറാണ്. ഓക്കെ, അഞ്ചാമത്തത് ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസ്. അപ്പം ഔട്ട് ഓഫ് 5 3 എണ്ണം ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് കാറ്റഗറി ഇന്റർനെറ്റ് മാർക്കറ്റ് സർവീസ് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ വിസിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഏജൻസി ആണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യെസ് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇല്ല എങ്കിൽ സ്റ്റോർ ഇല്ലാത്ത ഒരാളാണ്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണ്, ഒരു സർവീസ് ബിസിനസ് പോലെ, ഇപ്പോൾ ഇലക്ട്രിക് വീട്ടിൽ പോയി ചെയ്യുന്ന ഒരു വർക്കൊക്കെ ആണ് എങ്കിൽ നമുക്ക് നോ കൊടുത്ത് പോകാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ് കൊടുത്ത് നോക്കുന്നു, ജസ്റ്റ് നോ കൊടുത്ത് നോക്കുന്നു, പോയി നോക്കാം എന്തൊക്കെയാണ് അടുത്തേക്ക് വരുന്നത് നോക്കാം. ഓക്കെ, സർവീസ് ഏരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ട്രിവാൻഡ്രം കേരള ഇന്ത്യ ജസ്റ്റ് കൊടുത്തു. എൻ്റെ മൊബൈൽ നമ്പർ വെബ്സൈറ്റ് ഓപ്ഷനിലാണ്, മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പം നോ കൊടുത്തു വിട്ടാൽ ഇതാണ് എൻ്റെ ഓപ്ഷൻ വരുന്നത്. യെസ് കൊടുത്ത് നോക്കാം. യെസ് കൊടുത്ത് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ഇത് റിലീജിയൻ വന്നു, ഇത് വന്നു,
ഓക്കെ, അഡ്രസ്സ് ചോദിച്ചു, സിറ്റി ചോദിച്ചു. ഓക്കെ, ഞാൻ സിറ്റി ട്രിവാൻഡ്രം കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ സിറ്റി ട്രിവാൻഡ്രം കൊടുത്തു. പിൻകോഡ് കൊടുത്തു. സ്റ്റേറ്റ് വന്നിട്ട് സ്റ്റേറ്റ് കൊടുത്തു. സ്ട്രീറ്റ് നെയിം ജസ്റ്റ് ഓക്കെ തമ്പാനൂരെന്ന് കൊടുക്കും. സ്ട്രീറ്റ് നെയിം വന്നിട്ട് സ്ട്രീറ്റ് അഡ്രസ് തമ്പാനൂർ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് കൊടുത്തു പോയി നോക്കാം. ഓക്കെ, അപ്പം ഇത് ഈ പേരിൽ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് കാണിക്കും. നമുക്ക് ഇതൊന്നും അല്ല നമ്മളത്. അപ്പം ജസ്റ്റ് നൺ ഓഫ് ദി എബോവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോൾ ഒരു സ്റ്റോർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സ്റ്റോർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റിൽ കൊടുത്ത് ഈ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് അവിടെ കൊണ്ട് നമുക്ക് പിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ പോവുക. ഇപ്പം ഇതാണ് നമ്മുടെ സ്റ്റോർ എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക, ഡൺ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അഡ്ജസ്റ്റ് കൊടുക്കുക. ഞാൻ ഇപ്പം എൻ്റെ അതെല്ലാം സ്റ്റോർ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഡൺ കൊടുത്തു. ജസ്റ്റ് കൊടുത്ത് പോവുകയാണ്. ഓഫീസ് വിസിറ്റ്, ഡു പ്രൊവൈഡ് ഡെലിവറീസ് ഫോർ ഹോം ആൻഡ് ഓഫീസ് വിസിറ്റ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇതുണ്ട് എങ്കിൽ ഇപ്പോൾ ഡെലിവറി സർവീസ് അങ്ങനെയുള്ള ഉണ്ട് എങ്കിൽ അങ്ങനെ എസ് എന്ന് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക, പോവുക. ഓക്കെ, ജസ്റ്റ് അടുത്ത മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ കൊടുത്ത് ആഡ് ചെയ്ത് പോവുക. ഞാൻ ഇപ്പോൾ സ്കിപ്പ് കൊടുത്ത് പോവുകയാണ്. ഓക്കെ, വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുകയാണ് അവർ. ഓക്കെ, അപ്പോൾ ഞാൻ വെരിഫൈ ലേറ്റർ എന്നുകൊണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത് എൻ്റെ സർവീസ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ്, എൻ്റെ സർവീസസ് ഏതൊക്കെയാണ്? ഞാൻ ജസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഡയറക്റ്റ് മെയിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുത്തു. ഓക്കെ, ഓക്കെ, ബിസിനസ് അവർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കൊരു മൊബൈൽ നമ്പർ നമ്മൾ ആഡ് ചെയ്തു. അപ്പം ബിസിനസ് അവേഴ്സിൽ നമുക്കൊരു കോൾ വന്നു, നമ്മളത് എടുത്തില്ല എങ്കിൽ നമ്മളിപ്പോൾ റാങ്ക് നമ്മളിപ്പോൾ ടോപ്പിൽ വരാനുള്ള നമ്മളെ ചാൻസ് കുറയും. ഓക്കെ, ഇപ്പോൾ ചിലർ 24 hours കൊടുക്കും. അപ്പോൾ രാത്രി ഒരാൾ കോൾ ചെയ്യാണ്, 2-3 പേര് രാത്രി നമ്മുടെ കസ്റ്റമറെ കോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ റാങ്കിങ്ങിൽ ടോപ്പിൽ നിന്നവരെന്ന് വിചാരിച്ചോ, നമ്മളത് താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് വർക്കിംഗ് അവർ അപ്പോഴും നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, ആഡ് മെസ്സേജ് കസ്റ്റമർ ചാറ്റ് ബോക്സ് ഓപ്പൺ ആയി വരാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്തിടല്, യെസ് കൊടുത്തു വേണം പോവാൻ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുത്തു പോകാം. ഒരു മാക്സിമം നിങ്ങൾ ഒരു ഷോർട്ടായിട്ട് ഒരു ബിസിനസ് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ നോക്കുക. അതിൻ്റെ അകത്ത് മാക്സിമം കീവേഡ്, നിങ്ങളുടെ സർവീസ് എന്താണ് ജസ്റ്റ് നോക്കുക, ടൈപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് പ്രോഡക്റ്റ് ഏതൊക്കെയാണ് അതിവിടെ ആഡ് ചെയ്യുക. ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് സ്കിപ്പ് കൊടുത്ത് വിടുകയാണ്. അഡ്വർടൈസിങ് വേണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ജസ്റ്റ് വേണ്ട, സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, അടുത്ത് ഇത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുത്ത് പോവുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രൊഫൈലായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഫൈലായിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നമുക്ക് വന്നിട്ട് എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, മുമ്പ് നമ്മൾ ചെയ്തിട്ട് വന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ബിസിനസ് കാറ്റഗറി നെയിം കൺസിസ്റ്റൻസി ആയിട്ട് ഒരു നെയിം തന്നെ ഫോളോ ചെയ്ത് പോകാൻ നോക്കാം. ഒരിക്കലും നമ്മൾ എഡിറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പേര് ഒരിക്കൽ ആഡ് ചെയ്തു, അടുത്ത ആഴ്ച വേറെ പേര് ആഡ് ചെയ്തു, നമ്മൾ ബിസിനസ് പ്രൊഫൈൽ സസ്പെൻഡ് ആയി പോകാൻ ചാൻസസ് ഒരുപാടുണ്ട്. ഓക്കെ, ഈ ഒരു ബിസിനസ് കാറ്റഗറി ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ്, ഈ ഒരു പ്രൈമറി കാറ്റഗറി ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് കാറ്റഗറീസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 9 കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അഡീഷണൽ ആയിട്ട്. എങ്ങനെ നമുക്ക് ബിറ്റർ ബിസിനസ് കാറ്റഗറി കോമ്പറ്റീറ്റേഴ്സിനെ എടുക്കാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതെൻ്റെ കോമ്പറ്റീറ്ററാണ്. ഞാൻ ജസ്റ്റ് ഓക്കെ, ഞാൻ ലോഗിൻ കൊടുത്ത് പോവുകയാണ്. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യാം, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ്. ഓക്കെ, നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ നോക്കാം. അഡ്വർടൈസിങ് ഏജൻസി, ഡിസൈൻ ഏജൻസി, വെബ്സൈറ്റ് ഡിസൈനർ, മാർക്കറ്റിംഗ് ഏജൻസി. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ അഡീഷണൽ കാറ്റഗറി, നമുക്ക് ഇങ്ങനെയുള്ള സർവീസസ് ഉണ്ട് എങ്കിൽ നമുക്കിതിങ്ങനെ ഇതിൽ കൂടെ ആഡ് ചെയ്ത് നമുക്ക് പോവാം.
ഓക്കെ. ഇപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് ഏജൻസിൻ്റെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ ഒരു എനിക്കും ആ ബിസിനസ് ഉണ്ട്. മാർക്കറ്റിംഗ് ഏജൻസി കൊടുത്തു. അഡ്വർടൈസിങ് ഏജൻസി. ഓക്കെ, അഡ്വർടൈസിങ് ഏജൻസി ഞാൻ കൊടുത്തു. ടെലികോളിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ കൊടുത്തു. നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൂടെ ആഡ് ചെയ്യാം. ഈ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് ഡിസ്ക്രിപ്ഷൻ കൂടെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മൾ സേവ് ചെയ്തോണം പോവാം. ഓക്കെ, എന്തൊരു എഡിറ്റ് ചെയ്താലും അത് സേവ് ചെയ്തോണം പോവാം. ഈ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റോർ ഒന്ന് ഓപ്പൺ ആക്കിയതല്ല, ഈ ഓൺലൈനിൽ നമ്മൾ സ്റ്റോർ ഓപ്പൺ ആക്കിയതല്ല, നമ്മൾ എന്നാണ് നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആയത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ 2020 ഡിജിറ്റൽ മാർക്കറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തു. അത് അങ്ങ് കൊടുക്കുന്നു. സെപ്റ്റംബർ വന്നിട്ട് ജസ്റ്റ് ഞാൻ സെപ്റ്റംബർ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, ഡേറ്റ് നിർബന്ധമല്ല, ഓപ്ഷനിലാണ്, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്യാം. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. ലൊക്കേഷൻ ബിസിനസ് കൊണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സർവീസ് ഏരിയ ഇപ്പോൾ ട്രിവാൻഡ്രം നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ സർവീസ് ഏരിയ അതെങ്ങനെയാണ് നമുക്ക് എടുക്കാൻ നോക്കാം. സർവീസ് ഏരിയ ചൂസ് ചെയ്യണത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സർവീസ് ഏരിയ ചൂസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 20 നമ്മൾ ബിസിനസ് സ്റ്റോറിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് പോകാനുള്ളൂ. ഒരു 2 മണിക്കൂർ ട്രാവൽ ഡ്യൂറേഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ് ഏരിയ വേണം നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ചൂസ് ചെയ്തു. ട്രിവാൻഡ്രം ചൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സർവീസ് ഏരിയ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വരുന്ന വേറെ ഒരു സർവീസ് ഏരിയ നമുക്ക് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും ഏരിയയാണ് അവർ സർവീസ് ഏരിയ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രത്താകത്തുള്ള ഒരു പാളയം ചൂസ് ചെയ്തു. പാളയം ഇത്ര ഏരിയയാണ് ഇത് വരുന്നത്, പാളയത്തിൻ്റെ സർവീസ് ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പാളയം സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എന്ന് കൊടുത്തിട്ടുള്ളവർക്കും വരും, പാളയം എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സർവീസ് ഏരിയ ഞാൻ ജസ്റ്റ് ഒരു പാളയം എന്ന് കൊടുത്തു. പാളയം എന്ന് കൊടുത്തു. ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ തൊട്ടടുത്തുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്തേന് ട്രിവാൻഡ്രത്തിൻ്റെ അകത്തേന് വരുന്ന ചെറിയ ലൊക്കേഷൻസ്, ബിസിനസ് ഏരിയാസ് വരുന്ന ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതെന്ന് ജസ്റ്റ് ചൂസ് ചെയ്യുക, കൊടുക്കുക. പാളയത്ത് ഒരുപാടുണ്ട്. പിന്നെ കരമന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, ബിസിനസ് ഏരിയാസ് വരുന്നുണ്ട്, ഈസ്റ്റ് റോഡിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതെന്ന് നോക്കിയിട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരെണ്ണം വെച്ച് സേവ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് വിമൺ ഓൺഡ് ആണോ മെൻ ഓൺ ആണോ ചോദിക്കും, ഓണേഴ്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് അങ്ങനെ കൊടുക്കാം. ഇല്ല എങ്കിൽ നോ ആണെങ്കിൽ നോ എന്ന് കൊടുത്ത് പോവുക. ഇത് ജസ്റ്റ് വായിച്ച് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, വിസിബിൾ ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുക, ടോയ്ലറ്റ് ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുത്ത് വിടുക. അമ്യൂണിറ്റീസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് കൊടുക്കാന്നുള്ളൂ. വെരി സിമ്പിളാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് റിവ്യൂ. നമ്മൾ ബിസിനസ് പ്രൊഫൈൽ വെരിഫൈ ആയാൽ മാത്രമേ നമുക്ക് റിവ്യൂ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ മെസ്സേജ്, കസ്റ്റമർ അയച്ചിരുന്ന മെസ്സേജ് നമുക്ക് ഇതിനകത്ത് വരും. ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്ത് ലോഗോ വേണം. ആ ലോഗോ ശരിക്കും ഈ ലോഗോ ആഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇത് വരും, അവിടെ നമുക്ക് ലോഗോ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ കവർ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓരോ മന്തിലും പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അഡ്വർടൈസിങ് കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊടുക്കാം. നമ്മൾ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് എന്ന് നമുക്കിവിടെ കൊടുക്കാം. ഇതിന് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോസ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.